മലയാള ജ്യോതിഷം ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് പുതുവർഷ നക്ഷത്രഫലമാണ്. കൊല്ലവർഷം 1200 ആണ്ട് പുതുവർഷം ഓരോ നാളുകാർക്കും എങ്ങനെ? സമ്പൂർണ്ണ നക്ഷത്രഫലം. നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലത്തെ നോക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. വർഷത്തിന്റെ ആദ്യ പകുതി വളരെ ഗുണകരമായിരിക്കും, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. പരീക്ഷയിൽ ഉന്നത വിജയം നേടും. ലേഖകന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. എന്നാൽ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളും മന്ദഗതിയിലാകും. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാനും സാധ്യത കാണുന്നു. ചിലർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനും യോഗമുണ്ട്. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. പ്രവർത്തന രംഗത്ത് ബുദ്ധിമുട്ടുകൾ തുടരും. സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ട്. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂലമായി പുതിയ വരുമാന മാർഗം കണ്ടെത്തും. ഏറെക്കാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കാനും ഇടയുണ്ട്. ഗ്രന്ഥകാരന്മാർക്കും പ്രസാധകർക്കും നേട്ടങ്ങൾ ഉണ്ടാകും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. മിഥുനക്കൂർ, മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ. അധിക ചെലവുകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അധ്വാനഭാരം കൂടുതലാവാനും സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. അപവാദങ്ങളും ആരോപണങ്ങളും ഉണ്ടാവാൻ ഇടയുണ്ട്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും തീർത്ഥയാത്ര ചെയ്യാനും സാധ്യത കാണുന്നു. കുടുംബജീവിതം സന്തോഷകരമാകും. അവിവാഹിതരുടെ വിവാഹം നടക്കും. കർക്കടകക്കൂർ, പുണർതം കാൽ, പൂയം, ആയില്യം. കഴിഞ്ഞ വർഷം പോലെ തന്നെയാണ് ഈ വർഷത്തിന്റെ ആരംഭം. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്ന കാലമാണ്. ധനസ്ഥിതി മെച്ചപ്പെടും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും. രണ്ടാം പകുതിയിൽ ചില മാറ്റങ്ങൾ ഗുണകരമായി വരുന്നതാണ്. അകന്നുകഴിഞ്ഞ ദമ്പതിമാർ തമ്മിൽ ഒന്നിച്ചു ചേരും. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. മക്കൾക്കു വേണ്ടിയുള്ള ചെലവുകൾ വർദ്ധിക്കും. ചിങ്ങക്കൂർ, മകം, പൂരം, ഉത്രം കാൽ. പ്രവർത്തനരംഗത്തെ ബുദ്ധിമുട്ടുകൾ തുടരും. വീടുവിട്ട് കഴിയേണ്ടതായി വരാനും സാധ്യതയുള്ള കാലമാണ്. അപവാദം കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. കന്നിക്കൂർ, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി. ഈശ്വരാധീനം ഉള്ള കാലമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പല വഴികളിലൂടെ പണം കൈവശം വന്നു ചേരും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കും. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. നിലവിലെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപകടസാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കേണ്ടതാണ്. തുലാക്കൂർ, ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം മുക്കാൽ. വർഷത്തിന്റെ ആദ്യ പകുതി അത്ര മെച്ചമല്ല. പ്രാർത്ഥനകളും വഴിപാടുകളും മറ്റും മുടങ്ങാതെ നടത്തുക. രണ്ടാം പകുതിയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അവിവാഹിതരുടെ വിവാഹം നടക്കും. ബിസിനസ് വർദ്ധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. മനസ്സമാധാനം ലഭിക്കും. പല മാർഗങ്ങളിലൂടെ ധാരാളം പണം കൈവശം വന്നുചേരും. വൃശ്ചികക്കൂർ, വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷം ആണിത്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയുണ്ട്. തീർത്ഥയാത്രയിൽ പങ്കെടുക്കും. അവിവാഹിതരുടെ വിവാഹം നടക്കും. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ഞെരുക്കത്തിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. ആഗ്രഹിച്ച ഇടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ഈ കൊല്ലം ആദ്യ പകുതിയിൽ തന്നെ തുടങ്ങുക. ധനുക്കൂർ, മൂലം, പൂരാടം, ഉത്രാടം കാൽ. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങൾ ഗുണകരമായി മാറുകയും വീട്ടിലെ അന്തരീക്ഷം ദോഷകരമായി തീരാനും സാധ്യത കാണുന്നു. ചിലർക്ക് വീട് മാറി താമസിക്കേണ്ടി വരാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. മകരക്കൂർ, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കും ഈ വർഷത്തിന്റെ ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ പഠനകാര്യങ്ങളിൽ മികവ് പ്രകടിപ്പിക്കാനാവും. ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം.
ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. കുംഭക്കൂർ. അവിട്ടം രണ്ടാം പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ. പൊതുവെ ദൈവാധീനമുള്ള കാലമാണ്. പുതിയ വീട് വാങ്ങും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനാകും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ധാരാളം യാത്ര ചെയ്യാനും അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നു. സാമ്പത്തിക നില തൃപ്തികരമാണ്. വർഷാവസാനം പല കാര്യങ്ങളും കൂടുതൽ ഗുണകരമാകും. സന്താന ഭാഗ്യവും പ്രതീക്ഷിക്കാം. മീനക്കൂർ. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി. വർഷത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞ വർഷത്തെ പോലെ തുടരുമെങ്കിലും പിന്നീട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ്. ചിലർക്ക് പുതിയ വാഹനത്തിനും സാധ്യത കാണുന്നു. വീട് സ്വന്തമാക്കാൻ അനുകൂലമായ കാലമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ആൾ എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം.